ആലപ്പുഴയിലെ രാമങ്കരിയിൽ CPI ഒറ്റയ്ക്ക് മത്സരിക്കും. 5 സ്ഥാനാർത്ഥികൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കും. പത്രിക പിൻവലിപ്പിക്കാനുള്ള CPIM ശ്രമം ഫലം കണ്ടില്ല. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, നേരത്തെ തന്നെ വലിയ സംഘടനാ പ്രശ്നങ്ങൾ CPM നിലനിർന്ന ഇടമാണ് രാമങ്കരി. ഇപ്പോൾ CPI ആയിരിക്കുന്നവർ മുമ്പ് CPIMന്റെ നേതാക്കളുമായിരുന്നു. ഒടുവിൽ അങ്ങനെ മുന്നണിക്കുള്ളിലെ മത്സരത്തിന് കളമൊരുങ്ങുന്നു രാമങ്കരിയിൽ, അല്ലേ? ഗൂഗിൾ, തീർച്ചയായും ഈ പത്രിക പിൻവലിക്കാനുള്ള അവസാന മിനിറ്റും അവസാനിക്കുമ്പോഴാണ് ഈ മത്സര ചിത്രം തെളിഞ്ഞിരിക്കുന്നത്. CPIയെ കൊണ്ട് പത്രിക പിൻവലിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ CPMന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ പ്രാദേശിക പ്രശ്നങ്ങൾ അതിരൂക്ഷമായതിനെ തുടർന്ന് ആ ശ്രമം പൂർണ്ണമായും പരാജയപ്പെടുകയായിരുന്നു. ഇതോടുകൂടിയാണ് 5 സീറ്റുകളിൽ CPI സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനുള്ള നീക്കം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അവർ പ്രചരണ രംഗത്ത് സജീവമാണ്. 5 CPIയുടെ സ്ഥാനാർത്ഥികൾക്ക് പുറമെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും CPIയുടെ ലെവലിൽ തന്നെ മത്സരിക്കുന്നുണ്ട്. ഈ 5 പേർക്കും പാർട്ടി ചിഹ്നം തന്നെയാണ് മത്സരത്തിനുള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതായത് രാമങ്കരി പഞ്ചായത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിനെതിരെ അരിവാൾ നെൽക്കതിരാണ് തെരഞ്ഞെടുപ്പ് ചിഹ്നമായി CPI ഉപയോഗിക്കുന്നുള്ളതും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നിലവിൽ ഇപ്പോൾ CPIയും CPMും പരസ്പരം പോരടിച്ചുകൊണ്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം രണ്ട് പാർട്ടികളും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളും ഒക്കെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതും രാമങ്കരിയിലെ രാഷ്ട്രീയ കൗതുകമാണ്. എന്തായാലും കോൺഗ്രസിനൊപ്പമാണ് CPI എന്നുള്ള ആരോപണം CPM ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും എന്താണ് മത്സര രംഗത്ത് ഇനി ചൂടുപിടിക്കാൻ പോകുന്ന ചർച്ച എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. ഗൂഗിൾ, ശരി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ശക്തികേന്ദ്രമായ രാമങ്കരിയിൽ അരിവാളുകൾ കൊമ്പുകോർക്കുകയാണ്. നേർക്കുനേർ CPI-CPM മത്സരത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.